മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പോലീസ് സേനയ്ക്ക് അഭിമാനമായി പഴയന്നൂർ സ്വദേശി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വഴിയിൽ നിന്നും കിട്ടിയ 38 ലക്ഷം രൂപയും പണവും ഉടമസ്ഥന് തിരികെ നൽകി റെയിൽവേ കോൺസ്റ്റബിൾ മണികണ്ഠൻ മാതൃകയായി. വഴിയിൽ നിന്നും വീണു കിട്ടിയ 38 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് പഴയന്നൂർ പ്ലാഴി സ്വദേശിയായ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ബാഗ് ഒട്ടും മടിക്കാതെ കൃത്യമായി തിരികെ നൽകി പോലീസിന്റെ സത്യസന്ധത ഉയർത്തിപ്പിടിച്ച ഈ മനുഷ്യന് അഭിവാദ്യങ്ങൾ നേരുകയാണ് സമൂഹം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ RPF കോൺസ്റ്റബിളായ മണികണ്ഠനാണ് ഈ സത്യസന്ധതയുടെ ഉടമ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിയോടെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് പ്ലാറ്റ്ഫോമിലെ കസേരയിൽ ഒരു ലേഡീസ് ബാഗ് ഇരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ബാഗ് തുറന്നു നോക്കിയപ്പോൾ മണികണ്ഠൻ പോലും ഞെട്ടി. ഏകദേശം 50 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 11,000 രൂപയും ഒരു മൊബൈൽ ഫോണും അതിനകത്തുണ്ടായിരുന്നു. ഉടൻ തന്നെ മണികണ്ഠൻ ബാഗ് അധികൃതരെ ഏൽപ്പിച്ചു. തുടർന്ന് ബാഗിലുണ്ടായിരുന്ന ഫോണിലേക്ക് വന്ന കോളിലൂടെ ഉടമസ്ഥനെ കണ്ടെത്തി. ചെന്നൈയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശി രവികുമാറിന്റെ ഭാര്യയുടേതായിരുന്നു ഈ ബാഗ്. ട്രെയിൻ ഇറങ്ങിയപ്പോൾ തിരക്കിനിടയിൽ മറന്നുപോയതാണ്. തിരികെ ലഭിച്ച സന്തോഷത്തിൽ രവികുമാർ ഈ പോലീസ് ഉദ്യോഗസ്ഥന് നന്ദി അറിയിച്ചു. കഴിഞ്ഞ ഡിസംബറിലും 8 പവൻ സ്വർണവും 10,000 രൂപയും ഇതേ സ്റ്റേഷനിൽ വെച്ച് മണികണ്ഠന് കിട്ടിയിരുന്നു. അന്നും ഒരു സംശയത്തിനും ഇട നൽകാതെ ഇത് ഉടമസ്ഥന് തിരികെ നൽകി തന്റെ സത്യസന്ധത തെളിയിച്ചു. പഴയന്നൂരിലെ പ്ലാഴി സ്വദേശിയായ മണികണ്ഠൻ 11 വർഷമായി റെയിൽവേ പോലീസിൽ സേവനമനുഷ്ഠിക്കുന്നു. ഭാര്യ ജിഷ, മക്കൾ രേവതി, ശ്രീരുദ്ര. CCV ന്യൂസ്, പഴയന്നൂർ.